തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പത്തനംതിട്ടയിൽ ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസം തന്ത്രി കോടതിയെ സമീപിച്ചിരുന്നു. ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനായിരുന്നു തന്ത്രി തിരുവനന്തപുരത്ത് എത്തിയത്. സിജോ വിജോൺ കൂടുതൽ വിവരങ്ങളുമായി. സിജോ, എന്താണ് സംഭവം? കണ്ഠരര് രാജീവർക്ക് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നായിരുന്നു. അങ്ങനെ ഇന്നലെ തിരുവനന്തപുരത്ത് SITയുടെ മുന്നിൽ എത്തിയതായിരുന്നു തന്ത്രി. അവിടെ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതേ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യം ICUലായിരുന്നു, പിന്നീട് അവിടെ നിന്ന് മാറ്റിയെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏകദേശം ഒരു മാസത്തോളം ഈ അദ്ദേഹം തിരുവല്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് ചികിത്സ തേടിയിരുന്നത്. അതിനുശേഷം ഈ ജാമ്യാവസ്ഥയിൽ പറയുന്നത് പത്തനംതിട്ടയിലെ ജില്ലയിൽ പ്രവേശിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരുവല്ലയിലെ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിനായി പോകാൻ സാധിക്കുമായിരുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായ സാഹചര്യമായതിനാൽ അദ്ദേഹം വൈകാതെ തന്നെ കോടതിയെ സമീപിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും തന്ത്രിയുടെ മോചനവും അദ്ദേഹത്തിന് ലഭിച്ച ജാമ്യമൊക്കെ ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. തന്ത്രിയെ ബോധപൂർവം ഈ കേസിൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ പ്രതിയായിട്ടുള്ള തന്ത്രി കണ്ഠരര് രാജീവർ അദ്ദേഹത്തെ ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.